എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടെന്ന് വിചാരിച്ച് ഇന്നത്തെ വീഡിയോ തുടങ്ങുക കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് നാളായിട്ട് ഒത്തിരി നാൾ ആയിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു ജർമ്മനിയിൽ എത്തുക എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ആ ഒരു സന്തോഷം വന്ന് ഇന്നലെ ഞാനിവിടെ ജർമ്മനി എത്തി കേട്ടോ. അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഫസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്ത് വീഡിയോ തുടങ്ങാമെന്ന്. പക്ഷേ ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും ജലദോഷം, പനി, ചുമ, ചെവി വേദന ഇവ എല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കാലാവസ്ഥയൊക്കെ അങ്ങ് ചേഞ്ച് ചെയ്തു. തണുപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജലദോഷം അങ്ങ് കൂടി, പനി അങ്ങ് കൂടി, ചുമയും എല്ലാം കൂടി അങ്ങ് കൂടി. തണുപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം അങ്ങ് കൂടി, സംഭവം എല്ലാം കൂടി തീർത്തും വയ്യാണ്ടായി. പിന്നെ ഇന്നലെ കിടക്കാൻ തന്നെ താമസിച്ചു ഞങ്ങൾ. പിന്നെ 11:30 കഴിഞ്ഞിട്ട് ഇന്നലെ തന്നെ കിടന്നത്. പിന്നെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉറക്കം എണീച്ചു. കാരണം തണുപ്പെല്ലാം കൂടെ വന്നിട്ട് പിന്നെ ചുമയങ്ങ് കൂടി ഉറങ്ങാനും പറ്റണില്ല. ഭയങ്കര ഇറിറ്റേഷൻ. ഇപ്പോൾ ആണെങ്കിൽ പോലും എപ്പോഴും ഇങ്ങനെ തണുപ്പൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ചുമയാണ്, പിന്നെ ജലദോഷം ഭയങ്കര ഇറിറ്റേഷനാണ്. മരുന്നെല്ലാം കൊണ്ടുവന്നുള്ളതുകൊണ്ട് അത് വെച്ച് പിടിച്ച് നിൽക്കണം. അപ്പോൾ ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നോക്കിയപ്പോഴാണ് പുറത്ത് നല്ല വെയിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു നല്ല തണുപ്പല്ലേ, എന്നാൽ പിന്നെ പുറത്തിറങ്ങി ഇച്ചിരി വൈറ്റമിനൊക്കെ കിട്ടട്ടെ ബോഡിക്കെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും ഇറങ്ങി പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പം വെയിൽ മാത്രമേ ഉള്ളൂ, വെയിലിന് ചൂടില്ല. എന്തിനാണോ പിന്നെ വെയിൽ കാണുമ്പോൾ ഒരു സുഖം. ഈ തണുപ്പല്ലേ എപ്പോഴും വല്ലപ്പോഴും ഒക്കെയാണ് വരുന്നതെന്നാണ് പറഞ്ഞത് ഈ വെയിലും വെട്ടമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. ഞങ്ങൾ വന്നൊരു 5 മിനിറ്റ് ആയില്ല, അപ്പോഴത്തേക്ക് ആ വെയിലങ്ങ് പോയി. ഇപ്പോൾ ഈ കാലാവസ്ഥയിലേക്ക് വന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇങ്ങനെ കാലാവസ്ഥ പിന്നെ നമുക്ക് തണുപ്പ് എനിക്ക് ഒട്ടും പറ്റണില്ല. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഈ തണുപ്പല്ല. ഇന്നും കൂടെ ഞങ്ങളുടെ അടുത്ത് സിസ്റ്റർമാർ പറഞ്ഞു പിന്നെ ഈ തണുപ്പല്ല മൈനസിലേക്കൊക്കെ മാറും. അപ്പം നമ്മളിപ്പോൾ ഇടുന്ന ഡ്രസ്സും ഒന്നുമല്ല, ഇതിലും കട്ടിയായിട്ടുള്ളതും തൊപ്പിയും കയ്യിൽ കയറും എല്ലാം ഇട്ട് വേണം ഇറങ്ങാൻ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് കെട്ടിടമുണ്ട്. അപ്പോൾ അവിടെ 3 സിസ്റ്റർമാരുണ്ട് മലയാളികൾ. അപ്പം ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾക്ക് ജർമ്മൻസ് വന്ന് കുറേ കാര്യങ്ങളൊക്കെ രാത്രി ഹൗളി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അത്ര ഇവർ നല്ല സ്പീഡിൽ പറയുള്ളൂ, നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ സിസ്റ്റർമാർക്ക് മനസ്സിലായില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇവർ പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മലയാളത്തിൽ പറഞ്ഞു തന്നു. നമുക്ക് എപ്പോഴും ഇത് കാണത്തില്ല, നമ്മൾ തുടക്കം ആയതുകൊണ്ട് മാത്രം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ മലയാളത്തിൽ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ സിസ്റ്റർമാർ ഹെൽപ്പൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു ഉപകാരം കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ 22 പേരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ പുറത്തോടെ ഒക്കെ കറങ്ങാൻ പോയിക്കൊടും. എനിക്ക് കാലാവസ്ഥ പിടിക്കാനുള്ള പനിയൊക്കെ ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ ഇനിയിപ്പോൾ അതങ്ങ് സെറ്റായി വരണം, തണുപ്പിനോട് സെറ്റായി വരണം. ഇപ്പം ചെവിക്കൊക്കെ ഭയങ്കര വേദന കേട്ടോ, എല്ലാം മാറി വരും. പിന്നെയുള്ള ബാക്കി വിശേഷമൊക്കെ ഞാൻ ഓരോ വീഡിയോയിൽ ചെയ്യാം കേട്ടോ. കാരണം ഇപ്പം സമയം പോയി, ഇനി അകത്തേക്ക് കയറിപ്പോയി, കാരണം വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി പെട്ടിക്കാത്ത സാധനങ്ങളെല്ലാം പെറുക്കി പുറത്ത് ഷെൽഫിലും കാര്യങ്ങൾക്കും അവിടെ ഒക്കെ അടുക്കി പറക്കി വെക്കണം. കാരണം ഇപ്പോൾ അടുത്ത ദിവസം തൊട്ട് ഇനി നമ്മുടെ ഓരോ പ്രോഗ്രാമെല്ലാം അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എന്താണെങ്കിലും ഞാൻ എന്തായാലും അകത്ത് കയറിപ്പോയി സാധനങ്ങളൊക്കെ ഒന്ന് ഷെൽഫൊക്കെ ഒന്ന് അടുക്കി എല്ലാം ബാഗൊക്കെ സെറ്റാക്കി വെക്കണം, എല്ലാം വൃത്തിയാക്കി. അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും കയറിപ്പോകത്തേക്ക്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.